ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ വാഗണാറിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ZXi പ്ലസ് വേരിയന്റ് ആണ്. ഇപ്പോൾ GST ബെനിഫിറ്റ് പ്ലസ് കണ്ടിന്യൂ ചെയ്യുന്ന ഓണം ഓഫർ ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപ കൂടുതൽ ഓഫറിൽ നിങ്ങൾക്ക് വാഗണാറിന്റെ ഈ ZXi പ്ലസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പൊ പണ്ട് VXi വേരിയന്റ് എടുത്ത പ്രൈസിന് ഇപ്പോൾ നിങ്ങൾക്ക് ZXi പ്ലസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. അതാണ് വാഗണാറിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. ഇപ്പോഴും ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളിൽ ഒന്നാണ് വാഗണാർ. പലവരുടെയും ഫസ്റ്റ് ചോയ്സ്, അതായത് പണ്ട് നമ്മൾ ഓൾട്ടോയും ഒക്കെ ഫസ്റ്റ് കാറായിട്ട് എടുത്ത സമയത്ത് ഇപ്പോൾ പലവരും വാഗണാറൊക്കെയാണ് അവരുടെ ഫസ്റ്റ് ചോയ്സ് കാറായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ വാഗണാർ ഇതിപ്പോൾ 6 എയർ ബാഗ് അപ്ഡേറ്റോട് കൂടി എന്ന വാഹനമാണ്. എന്തൊക്കെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, അത് നമുക്ക് ZXi ആൻഡ് ZXi പ്ലസിന്റെ പ്രൈസ് നോക്കാം. കാരണം ആ രണ്ട് വാഹനങ്ങളാണ് 1.2 പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്നത്. അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. വാഗണാർ ZXi പ്ലസ് 2018 ഈ ഒരു അപ്ഡേറ്റ് വന്നത്. അതിനുശേഷം ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് അവിടെ എവിടെയും വന്നു. ഇപ്പൊ റീസെന്റ് 6 എയർ ബാഗിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. അതാണ് ഈ വാഹനത്തിന് ലാസ്റ്റ് 8 കൊല്ലമായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അതല്ലാണ്ട് പ്രത്യേകിച്ച് മേജർ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ പുതിയ വേരിയന്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം ആ സമയം തൊട്ട് ഇപ്പോഴും വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഒരു വാഹനമാണ് നമ്മുടെ വാഗണാർ. അതും അതിന്റെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXi വേരിയന്റ്. ZXi പ്ലസ് ആണ് കൂടുതൽ ഇറങ്ങുന്നത്. കാരണം അതിനാണ് കൂടുതൽ മൈലേജ് കാര്യങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് VXi ഓട്ടോമാറ്റിക് എടുത്ത പ്രൈസിന് ഇപ്പോൾ ZXi പ്ലസ് ഓട്ടോമാറ്റിക് നമുക്ക് ഇറക്കാം. ഓണം ഓഫറും GST ബെനിഫിറ്റും കൂടി ഏകദേശം 1 ലക്ഷം രൂപ കൂടുതലാണ് ഓഫർ ലഭിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ക്രോം എലമെന്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് ലഭിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ആ പഴയ ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹൈ ബീമും ലോ ബീമും കൊടുത്തിരിക്കുന്നത്. അകത്ത് തന്നെ പാർക്ക് ലൈറ്റ് ഹാലജനായിട്ട്, താഴെ ഇൻഡിക്കേറ്റേഴ്സ്, വലിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം. അതിന് ചുറ്റും ഒരു ബ്ലാക്ക് ഫിനിഷാണ്. ഫ്രണ്ടിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. 175 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ശരിക്കും ഒരു SUV ലുക്കുള്ള ഒരു കുഞ്ഞിക്കാർ, അതാണ് വാഗണാർ. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ്സ് കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് അലോയ്സ് കൊടുത്തിരിക്കുന്നത്. 165/70R14 ആണ് ടയർ സൈസ്. 14 ഇഞ്ച് വീൽസ്, നടുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. നമുക്ക് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലിപ്പ് ടൈപ്പിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ് ഇപ്പോഴും വരുന്നത്. റൂഫ് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ഇത് ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന വാഹനമാണ്. ടോപ്പ് എൻഡ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. പ്രത്യേകിച്ച് എടുത്തു പറയത്തേക്ക് ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. വളരെ വലിപ്പമുള്ള 2 ഡോറുകളാണ് ശരിക്കും വാഗണാറിൽ വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വാഹനം വളരെ പ്രിയപ്പെട്ടാവുന്നത്. കാരണം കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഗണാറിന് എപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ് ബാക്കിലെ ആ സ്പോയിലർ. അത് വന്നാലാണ് ഈ വാഹനത്തിന് ഒരു അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്ക് എങ്കിലും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ബാക്കിൽ നമുക്ക് വൈപ്പർ കൊടുത്തിരിക്കുന്നു. ഡീഫോഗർ ഒന്നും വരുന്നില്ല, പ്ലെയിൻ ഗ്ലാസുകളാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ആരും സ്പോയിലർ വരുന്നില്ല. വലിയ ടെയിൽ ലൈറ്റ് ആണ്. മുകളിൽ സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് റിഫ്ലക്ടേഴ്സും കാണാം. ബാക്കിൽ നമുക്ക് ആ ബ്ലാക്ക് കളറിൽ സ്കിഡ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ ടോപ്പ് എൻഡ് ആയിട്ടും വരുന്നില്ല. നമുക്ക് ഇനി ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോക്ക് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 341 ലിറ്ററിന്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ടുകൾ നമുക്ക് വാഗണാർ എന്ന് പറയാം. കാര്യം പാർസൽ ടൈം കൂടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈസാണ് ആ ബൂട്ട് സ്പേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 60/40 സ്പ്ലിറ്റ് സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. പാർസൽ ട്രേ വരുന്നുണ്ട്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ സെയിം 14 ഇഞ്ച് വീലുകൾ തന്നെ സ്പെയർ വീലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ എടുത്തു പറയത്തക്ക ബൂട്ട് ലൈറ്റോ സംഭവങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലിപ്ഡ് ഓപ്പൺ ആയിട്ടാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പഴയ ഡിസൈൻ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. ഡ്യുവൽ ടോൺ കളറാണ്. ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണ്. സ്പീക്കർ വീല് കൊടുത്തിരിക്കുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ടോപ്പ് എൻഡ് ആയിട്ടും ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെന്റിലേറ്ററുള്ള സിൽവർ ഫിനിഷ് കാണാം. ഇതാണ് കീ വരുന്നത്. ആ പഴയ കീ തന്നെയാണ്, മാറ്റമൊന്നും വരുന്നില്ല. ഇത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. വാഗണാറിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ
പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും ഒരു ലാസ്റ്റ് 8 കൊല്ലമായിട്ട് വന്നിട്ടില്ല. നമ്മളൊരു പഴയ കാറിൽ കയറിയിരിക്കുന്ന അതേ ഫീലാണ് വാഗണാറിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ. പക്ഷേ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ബോണറ്റ് എല്ലാം കണ്ട് റോഡെല്ലാം കണ്ട് നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും അകത്ത് കയറുന്ന ഒരു ചെറിയ SUV ഫീലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നിസിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടെലസ്കോപ്പിക് ഒന്നുമില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസ്, വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ആ റൗണ്ട് ഷേപ്പിലുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ലേക്ക് നമുക്കൊരു അനലോഗ് മീറ്റർ എന്ന് തന്നെ പറയാം. സ്പീഡോമീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സൈഡിലൊരു വേറൊരു റൗണ്ടിനകത്ത് നമുക്ക് ഡിജിറ്റലായിട്ട് കുറച്ച് ഇൻഫർമേഷൻ എടുത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. RPM മീറ്റർ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യാനുള്ള നീഡിൽ നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് അസിസ്റ്റാണ്. എൻ്റെ ബ്രസയിലും സിസ്റ്റം തന്നെയാണ്. 4 സ്പീക്കർ വരുന്നുണ്ട്. ട്യൂട്ടേഴ്സ് ഒന്നും വരുന്നില്ല. റിവേഴ്സ് ക്യാമറ ഇത് ടോപ്പ് എൻഡ് ആയിട്ടും വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് വരുന്നത്. ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ്, മാനുവൽ AC ആണ്. അതിന് താഴെ നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB ആൻഡ് ഓക്സിലറി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. AMT ഗിയർ ലിവർ കാണാം. ഇവിടെയെല്ലാം ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറസ്റ്റ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് സൺവൈസസ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഗ്ലോ ബോക്സ് ഒന്ന് വളരെ ചെറിയ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കും. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞൊരു SUV, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം വരുന്ന ഒരു കാർ. എന്നാൽ സാധാരണക്കാർക്ക് ഒരു ഡെയിലി നീഡിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരുതി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാഗണാറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഈ ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. വീട്ടിൽ എത്ര മുതിർന്നവരും പ്രായമായവർക്കും ഒരേപോലെ കയറി ഇറങ്ങാനായിട്ട് പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഡോർ പാഡൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ഡോറുകളാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല്, ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വാഗണാറിൽ വരുന്നില്ല. നമുക്ക് ആ ഫ്രണ്ടിലെ ഒരു AC കൊണ്ട് തന്നെ വാഹനം അത്യാവശ്യം കൂളാവും. നമുക്കൊരു കൂൾ ഫിലിമൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാഹനം കൂളാവും. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ്. പിന്നെ നമുക്ക് ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം ഉണ്ട്. തൈ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അത്ര കംഫർട്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഒരു 20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. നല്ല ഹൈറ്റുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലെ ഗ്രാബ് ഹാൻഡുകൾ ഇപ്പോഴും ഫിക്സഡ് ഗ്രാബ് ഹാൻഡുകളാണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്തു പറയത്തക്ക ചേഞ്ചസ് ഒന്നും വരുന്നില്ല. 60/40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഐദർ ഫാമിലി യൂസിനും അതുപോലെ മറ്റ് സാധനങ്ങൾ ക്യാരി ചെയ്യാനും ഒരേപോലെ വാഗണാർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. വാഗണാറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിലെല്ലാം ലഭിക്കുന്നുണ്ട്. ZXi പ്ലസിലാണ് ഹിൽ ഹോൾഡ് വരുന്നുള്ളൂ. VXiയിൽ ഹിൽ ഹോൾഡ് വരുന്നില്ല. പിന്നെ ടാക്സി വേണ്ടവർക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ H1 എന്നുള്ള രീതിയിൽ ടാക്സി വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിൽ CNGയും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ZXi ആൻഡ് ZXi പ്ലസ് 1.2 ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് 4 സിലിണ്ടർ. കമ്പനി പറയുന്ന മൈലേജ് 24.8ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 18-20 അടുത്ത് ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. 1.2ൽ AMT വരുന്നത് വലിയ ലാഗൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് കൊണ്ടുവരാം. പക്ഷേ VXiയിൽ കിട്ടുന്ന AMT 1 ലിറ്ററിൽ അത്യാവശ്യം ലാഗുള്ള ഒരു AMT ആണ്. വാഗണാറിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് VXi വേരിയന്റിന്റെ പ്രൈസിന്, പഴയ VXi വേരിയന്റിന്റെ പ്രൈസിന് ഇപ്പോൾ നിങ്ങൾക്ക് ZXi പ്ലസ് എടുക്കാം. അതാണ് ഇപ്പോഴത്തെ വാഗണാറിന്റെ പ്രൈസ് അപ്ഡേറ്റ്. GST ബെനിഫിറ്റ് മാത്രം ഏകദേശം 70,000 രൂപ വന്നിട്ടുണ്ട്. ഓണം ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഓണം ഓഫറിൽ എല്ലാവർക്കും കിട്ടുന്ന ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ 50,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 55 വരുന്നുണ്ട്. പ്ലസ് അഡീഷണലി കോർപ്പറേറ്റ് ഓഫർ, പിന്നെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാം അഡീഷണലി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വാഗണാറിന്റെ ബെസ്റ്റ് വേരിയന്റുകൾ ZXi ആൻഡ് ZXi പ്ലസ് ആണ്. ZXi മാനുവൽ വേരിയന്റ് നിങ്ങൾക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് 6.5 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ് സംഭവങ്ങളൊന്നും വരുന്നില്ല. അതല്ലാണ്ട്
വെറും 6.5 ലക്ഷം രൂപയ്ക്ക് ZXi വേരിയന്റും ZXi ഓട്ടോമാറ്റിക് വേരിയന്റ് 7,05,000 രൂപയ്ക്ക് ഇറക്കാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ZXi പ്ലസ് വേരിയന്റ് ആണ് ടോപ്പ് എൻഡ്. ഈ വാഹനം നിങ്ങൾക്ക് മാനുവൽ 7 ലക്ഷം രൂപയ്ക്കും ഓട്ടോമാറ്റിക് 7,55,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. ഏകദേശം 9 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വന്നിരുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് ഡിസ്കൗണ്ടിൽ 7,55,000 രൂപയ്ക്ക് ഈ ടോപ്പ് എൻഡ് ZXi പ്ലസ് ഓൺ റോഡ് ഇറക്കാം. ഇപ്പോൾ വാഗണാറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പലർക്കും ഇഗ്നിസ് ഇപ്പോഴും ഇഷ്ടമല്ലാത്തൊരു വാഹനമാണ്. അതിൻ്റെ ഷേപ്പും ഡിസൈനും കാര്യങ്ങളൊക്കെ കാരണം ആ ഒരു അത്രയും ഹൈറ്റുള്ള അത്രയും പവറുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് മാറി ചിന്തിക്കാവുന്ന ഒരു വാഹനമാണ് വാഗണാർ. പക്ഷേ വാഗണാർ എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇഗ്നിസും കൂടി ഒന്ന് ഓടിച്ചു നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇഗ്നിസാണ് കുറച്ചും കൂടി നല്ലൊരു വാഹനം, കുറച്ചും കൂടി ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനം ഇഗ്നിസാണ്. ഈ സെയിം എഞ്ചിനൊക്കെ തന്നെയാണ്, അല്ല ഇതിലും കുറച്ചും കൂടി പെപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ശരിക്കും ഇഗ്നിസിൽ വരുന്നത്. പക്ഷെ കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആണ്, കാണാൻ ലുക്ക് ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഇഗ്നിസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വീഡിയോസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വാഗണാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും അല്ലെങ്കിൽ മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.